വാഹനവ്യൂഹം കടന്നു പോയ ശേഷമാണ് ഞങ്ങളെ ഒന്ന് പോലീസ് പിടിച്ച് മാറ്റിയ ശേഷം ഒന്ന് മർദ്ദിക്കുന്നത്. സ്വാഭാവികം അവരുടെ ഡ്യൂട്ടി അല്ലത്. അത് കൃത്യമായി കോടതിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഹാജരാക്കിയ ഈ പറയുന്ന ഫോട്ടോസും അതുപോലെ തന്നെ അവിടുന്ന് വീഡിയോസും ഞങ്ങൾ ഹാജരാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി തുടരന്വേഷണം ആഹ്വാനം ചെയ്തിരുന്നത്. 18 മാസം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്. ഏകദേശം ഇപ്പൊ 7ാമത്തെ ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത്. അതായത് ജില്ലാ ക്രൈംബ്രാഞ്ചിൽ നിന്ന് 4ാമത്തെ ഉദ്യോഗസ്ഥരും അതിന് മുമ്പ് കേസ് കൊടുത്ത ശേഷം FIR രജിസ്റ്റർ ചെയ്ത് മുതൽ 3 അന്വേഷണ ഉദ്യോഗസ്ഥർ മാറിയിരുന്നു. അതായത് ഏകദേശം 7 അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ മാറി. ഇതൊരു SIT തീർച്ചയായിട്ടും നമുക്ക് ന്യായമായി, അന്യായമായി ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾ അന്നും പറയുന്നുണ്ട്, ന്യായമായി കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട്ടിൽ കിടന്ന് അടികൊണ്ട ചെറുപ്പക്കാർക്ക് ന്യായമുണ്ടാവുക എന്നുള്ള, അതിന് വിശ്വാസമുള്ള ഒരു ഏജൻസി, വിശ്വാസമുള്ള ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതുവരെയുള്ള അന്വേഷണ സംഘങ്ങൾ ഏതെങ്കിലും തെളിവുകളോ സാക്ഷികളോ നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ? നിലവിൽ കോടതിയിലൊന്നും ഹാജരാക്കുക. അവർ കോടതിയിൽ ഇതൊന്നും കിട്ടിയിട്ടില്ലെന്നാണല്ലോ പറഞ്ഞിരുന്നത്. കോടതിയിൽ അവർ പറഞ്ഞിരുന്നത് എന്താണ്? ഈ പറയുന്ന അവിടെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയ ശേഷമാണ് ഞങ്ങളവിടെ നിന്ന് അടിക്കുന്നത് എന്ന് പറഞ്ഞ സംഭവം മുഖ്യമന്ത്രിയുടെ വാഹനം വ്യൂഹം കടന്നു പോയ ശേഷം പോലീസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അടിച്ചു ചെയ്യുന്നത്. ആ ഒരു വിഷ്വൽസ് ഹാജരാക്കിയാൽ ഈ കേസിൽ അവരെ പ്രതികരിക്കേണ്ടി വരും. അവരെ പ്രതി ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോയ അങ്ങനെ തെളിവില്ല എന്ന് അവർ പറഞ്ഞിരുന്നത്. സംഭവത്തിൽ ഇപ്പോഴും പരിക്കുണ്ട്, അതിൽ ചികിത്സ നടത്തുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ഒരു 30 ദിവസക്കാലമായിട്ട് അന്ന് 2023 30 ദിവസക്കാലം ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു. ഞാനും തോമസും ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ എല്ലാ വർഷങ്ങളും ഞങ്ങൾ എന്റെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ട് പോരാ. എന്റെ ലിഗമെന്റ് സ്പ്രെയിൻ ആയതാണ്. അവന്റെ കഴുത്തിന് നീര്, തലയിലാണ് അടിയിട്ട് അവന്റെ കഴുത്തിന് നീരായിട്ട് ബന്ധപ്പെട്ട് അവന് ഒരുപാട് പരിക്കുകൾ സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ ഇവരെ സംരക്ഷിക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതല്ലാതെ ഇവരെ സംരക്ഷിക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ നിലവിലത്തെ ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങൾക്ക് ന്യായമായി കിട്ടിയത് മാത്രം മതി, അല്ലാണ്ട് വേറൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. എന്താണോ സംഭവം അതിന്റെ ദൃശ്യങ്ങൾ കളക്ട് ചെയ്യുക, കൃത്യമായ സാക്ഷികളോട് ചോദിച്ച് അതിന്റെ മൊഴി രേഖപ്പെടുത്തുക, ന്യായമായ അന്വേഷണം നടത്തുക, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി മുഴുവൻ കേസുകളും നോക്കിയാണ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും എല്ലാ കേസുകളിലും ന്യായമായ അന്വേഷണം ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വാഹനവ്യൂഹം കടന്നുപോയ ശേഷമാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി വന്ന് മർദ്ദിക്കുന്നത്. ഞങ്ങൾ ലോക്കൽ പോലീസ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവർക്ക് അവരുടെ ഡ്യൂട്ടി അങ്ങനെ ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള അവകാശവും ഇല്ല. അവരത് അതാണല്ലോ നമ്മൾ നിയമപരമായി പോരാട്ടം നടത്തുന്നതിന്റെ കാരണം. അവർക്കത് ചെയ്യാനുള്ള അധികാരമില്ല.